ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇൻസ്റ്റഗ്രാം DMൽ മെസ്സേജുകൾ ഓപ്പൺ ചെയ്താൽ കുത്തിവരകൾ മാത്രം. ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലെ പുതിയ ഡ്രോ ഫീച്ചർ. ഇതുപയോഗിച്ച് DMകളിൽ വരയ്ക്കാനും രസകരമായ സന്ദേശങ്ങൾ അയക്കാനും സാധിക്കും. ഇപ്പോൾ താരം ഇൻസ്റ്റഗ്രാം പുറത്തിറക്കിയ ഡ്രോ ഫീച്ചറാണ്. സ്റ്റിക്കറുകളും ഇമോജികളുമെല്ലാം ഇതോടെ കളത്തിന് പുറത്തായിരിക്കുകയാണ്. സംഭവം ജെൻസികൾ ഉൾപ്പെടെ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഡ്രോ ഫീച്ചർ ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇൻസ്റ്റ ഓപ്പൺ ചെയ്ത് ചാറ്റ് ബോക്സ് തുറക്കുക. ശേഷം താഴെയുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡ്രോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ ചിത്രങ്ങൾ വരയ്ക്കാനും എഴുതാനും സാധിക്കും. സന്ദേശങ്ങൾ, ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ മുകളിൽ പോലും വരയ്ക്കാൻ സാധിക്കും. സ്ക്രീനിന്റെ ഇടതുവശത്ത് കാണുന്ന സ്ലൈഡർ ഉപയോഗിച്ച് വരയുടെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. വരച്ചു കഴിഞ്ഞാൽ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്വീകർത്താവിന്റെ ചാറ്റ് ബോക്സിൽ പ്രത്യക്ഷമാകും. ഇൻസ്റ്റാ സ്റ്റോറിയിലെ ഡ്രോ ഓപ്ഷന് സമാനമാണ് പുതിയ ഫീച്ചർ. സംഭവം വൈറലായതോടെ റീലുകളും ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് സുഹൃത്തുക്കൾ അയക്കുന്ന വീഡിയോകൾക്കും റീലുകൾക്കും റിയാക്ഷനായി ചിത്രങ്ങളും മറ്റും വരച്ചു നൽകാനുമായി ഇത് ഉപയോഗിക്കാം. വരച്ച ശേഷം അവ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ലോസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും വരയ്ക്കാനും സാധിക്കും. അയച്ച ശേഷം വരകളിൽ ലോങ് പ്രസ് ചെയ്താൽ ഹൈഡ് ഓൾ, ഡിലീറ്റ് എന്നീ ഓപ്ഷനുകൾ ഉപയോഗിച്ച് വരകൾ ഹൈഡ് ചെയ്യാനോ നീക്കം ചെയ്യാനോ സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ബാങ്കുകൾക്ക് ഇനി പുതിയ വെബ് വിലാസം. .bank.in എന്ന് അവസാനിക്കുന്ന ഏകീകൃത വെബ് വിലാസം ഉപയോഗിക്കുന്നതിലൂടെ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലെ തട്ടിപ്പ് തടയാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിൽ നിന്നുള്ള ബാങ്കുകളെ ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനും ഓൺലൈൻ സംവിധാനത്തിൽ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട ബാങ്കുകൾക്ക് പുതിയ വെബ് വിലാസം നടപ്പായി. .bank.in എന്ന് അവസാനിക്കുന്ന വെബ് വിലാസമാകും ഇനി മുതൽ ബാങ്കുകൾക്കുണ്ടാകുക. ബാങ്കുകളുടെ പേരിൽ അക്ഷരങ്ങൾ മാറ്റി വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി തട്ടിപ്പുകൾ നടത്തുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് RBI പുതിയ ഡൊമൈൻ സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. നവംബർ 1 മുൻപായി നടപ്പാക്കാൻ ബാങ്കുകൾക്ക് RBI നിർദ്ദേശം നൽകിയിരുന്നു. .bank.in എന്ന് അവസാനിക്കുന്ന വെബ് വിലാസം നോക്കി ഉപഭോക്താക്കൾക്ക് ബാങ്കുകളുടെ യഥാർത്ഥ വെബ്സൈറ്റുകൾ തിരിച്ചറിയാനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഡൊമൈൻ വിലാസം രജിസ്റ്റർ ചെയ്ത ബാങ്കുകൾക്ക് മാത്രമേ അനുവദിക്കൂ. മുൻപ് ഉപയോഗിച്ചിരുന്ന വെബ് വിലാസം നൽകിയാൽ പുതിയ വിലാസത്തിലേക്ക് മാറുന്നെന്ന സന്ദേശം കാണിച്ച ശേഷം തനിയെ പുതിയ വിലാസത്തിലേക്ക് മാറുന്നതായിരിക്കും. ഇതേ രീതിയിൽ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും മാറും. ഇതിന് സമയക്രമമായിട്ടില്ല. NBFCകൾക്ക് .fin.in എന്ന രീതിയിൽ അവസാനിക്കുന്ന വെബ് വിലാസമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. IDRBT എന്ന സ്ഥാപനത്തിനാണ് ഈ വിലാസങ്ങളുടെ ചുമതല. ഇവിടെ നിന്നുള്ള അനുമതിക്ക് ശേഷമേ ഈ ഡൊമൈനുകൾ ലഭിക്കൂ. അതുകൊണ്ട് തട്ടിപ്പുകാർക്ക് ഈ വിലാസം ഉപയോഗിക്കാനാകില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മാരുതിയുടെ ആദ്യ ഇലക്ട്രിക് കാറായ വിറ്റാര ഡിസംബറിൽ പുറത്തിറങ്ങും. ഗുജറാത്തിൽ നിർമ്മിക്കുന്ന ഈ ഇലക്ട്രിക് SUVക്ക് പ്രാരംഭഘട്ടത്തിൽ 500 കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ച് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് കാറായ വിറ്റാരയ്ക്കായുള്ള കാത്തിരിപ്പ് ഡിസംബറിൽ അവസാനിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിലെ സാമ്പത്തിക ഫലങ്ങളുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിനിടെ കമ്പനിയുടെ MDയും CEOയുമായ ഹിസാഷി ടക്കേച്ചി ഈ വിവരങ്ങൾ പങ്കുവച്ചു. ഈ വർഷം ആദ്യം ഈ ഇലക്ട്രിക് SUVയുടെ വില പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ബാറ്ററി വിതരണവും സോഫ്റ്റ്വെയർ വെല്ലുവിളികളും ആവർത്തിച്ചുള്ള കാലതാമസത്തിന് കാരണമായി. 2025 ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ പ്രദർശിപ്പിച്ച് ഏകദേശം 10 മാസങ്ങൾക്ക് ശേഷമാണ് മാരുതി വിറ്റാര ഇന്ത്യയിൽ പുറത്തിറങ്ങാൻ പോകുന്നത്. ആഗോള വിപണി ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിന്നുള്ള വിറ്റാരയുടെ കയറ്റുമതി ആരംഭിച്ചിട്ടുണ്ട്. വിറ്റാരയുടെ 3 വകഭേദങ്ങൾ ഇന്ത്യൻ വിപണിയിൽ ലഭിക്കും. അതായത് ഡെൽറ്റ, സീറ്റ, ആൽഫ. 2 പവർ ട്രെയിൻ ഓപ്ഷനുകളും പരമാവധി 500 കിലോമീറ്റർ ദൂരപരിധിയും വിറ്റാര വാഗ്ദാനം ചെയ്യുന്നു. ഈ ഇടത്തരം SUV ജാപ്പനീസ് കാർ നിർമ്മാതാവിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമാണിത്. ഗുജറാത്തിലെ ഹൻസൽപൂർ പ്ലാന്റിലാണ് ഇത് നിർമ്മിക്കുന്നത്. ഡിസംബറിൽ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന അടിസ്ഥാന വേരിയന്റിന് 20 ലക്ഷം രൂപ വരെ വില വരാം. MG ZS EV, ടാറ്റ കർവ് EV, മഹീന്ദ്ര BE6, ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്, കിയ കാരൻസ് ക്ലാവിസ് EV, ടൊയോട്ടയുടെ പുതിയ മോഡലുകൾ, VW സ്കോഡ, ഹോണ്ട, റെനോ നിസാൻ അലയൻസ് എന്നിവയുമായാണ് വിറ്റാര മത്സരിക്കുക. വിറ്റാരയുടെ വിജയത്തെ അടിസ്ഥാനമാക്കി ഫ്രോങ്സ്, ജിംനി, ബലേനോ, എർട്ടിഗ എന്നിവയുടെ ഇലക്ട്രിക് പതിപ്പുകൾ ഇറക്കാനും മാരുതി സുസുക്കിക്ക് പദ്ധതിയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.